ഇത്രയും നാൾ ബ്രിട്ടീഷ് മലയാളി അവാർഡിനായിട്ട് നടക്കാനിരിക്കെ അതിനു മുമ്പും ഫേമസ് ആയിരുന്ന ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് മലയാളി ഇതിൽ വരുന്ന വിശിഷ്ട വ്യക്തി ആരാണ്, എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ പ്രോഗ്രാം ഇന്ന് ഔദ്യോഗികമായി ഇവിടെ തുടങ്ങുകയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന മുഖ്യ അതിഥി, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല സാറിനെ കുറിച്ച്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിൻ്റെ അതുല്യ നടൻ, മഹാനടൻ എന്ന് തന്നെ പറയാം. മലയാള സിനിമയുടെ കാരണവരാണ്. അമ്മയുടെ ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഇരുന്ന നല്ലൊരു നടൻ, നമ്മുടെ സ്വന്തം പരീക്കുട്ടി പത്മശ്രീ മധു sir. Please put your hands together for this amazing actor of Kerala. മലയാളത്തിൽ മാത്രമല്ല, മറുനാടൻ ഭാഷകളിലും മലയാള സിനിമയുടെ സുവർണ്ണക്കുടി പാറിച്ച നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. സോ ഇന്നത്തെ ബ്രിട്ടീഷ് മലയാളി അവാർഡ് 2014 സാറിനെ വിശിഷ്ടാതിഥിയായി ലഭിച്ചതിൽ ഞങ്ങൾ ഏറെ ഭാഗ്യം ചെയ്തവരാണ് വിശ്വസിക്കുന്നു. സാറിനെ വിനയപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോട്ടെ. Can I request you all to stand up and have a big round of applause for this great personality of Malayalam film industry, Padmasree Madhavan Nair. In his esteemed presence, അടുത്തതായി ഞാൻ വിളിക്കാൻ പോകുന്നത് Mr. Gopu Nandilayat. Mr. Gopu Nandilayat is director of Nandilayat GMart. He's a very young, dynamic person and very well known in the business community in Kerala. More than that, he's a role model for a lot of youngsters for what he's achieved at a very, very young age. So, ladies and gentlemen, ellarum once again put your hands together for Mr. Gopu Nandilayat. The next person that I would want to call on the dais is Mr. Ismail Rautar. I don't think he needs any introduction, but I will. Mr. Ismail Rautar currently is the director of Norca Roots, and he's also the chairman and CEO of Fine Fair Group UAE. Mr. Rautar very strongly believes, and these are his words, ഇത് Rautar sande words ആണ്, all life is of purpose and each human makes a difference to the world. A very successful entrepreneur and with a great social commitment, Mr. Ismail Rautar. അടുത്തതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു മുഖ്യ അതിഥി മിസ്റ്റർ ടി ഹരിദാസ്. Put your hands together for this amazing personality in UK. ഞാൻ കണ്ടിട്ടുള്ള മിക്ക വേദികളിലും മലയാളിക്ക് വേണ്ടി നേരവും ഒന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന നല്ലൊരു മഹാനായ വ്യക്തിയാണ് ഹരിദാസ് സർ. ആൻഡ് ഹീ ഈസ് an employee at the Indian High Commissioner. അത് മലയാളിക്ക് മറ്റൊരു മുതൽക്കൂട്ടാണ്. ഏത് ഘട്ടത്തിലും മലയാളിക്ക് നല്ലൊരു സഹായിയായി സാർ എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ സർ ടു ബി ഹിയർ. അടുത്തതായി I welcome Mr. Shajan Zakaria. He's the director of British Malayali. Mr. Shajan Zakaria, please. അടുത്തതായി മറ്റൊരു മഹാനായ കലാകാരൻ, തികഞ്ഞ കലാകാരൻ. It's a great pleasure to welcome on the stage Mr. Manoj Shiva. നല്ലൊരു നടനും നല്ലൊരു തബലിസ്റ്റും നല്ലൊരു എഴുത്തുകാരനും. നല്ലത് എന്നല്ലാതെ ആ കലാകാരനെ കുറിച്ച് ഒന്നും പറയാനില്ല. ആൻഡ് മധു സാറ് ഇവിടെ നിൽക്കുന്നതിൻ്റെ വലിയൊരു കാരണം സാർക്ക് മനോജേട്ടനോടുള്ള അതീവമായ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബാക്കി ഇവിടുത്തെ നിങ്ങളോട് ഓരോരുത്തരോടും സാർക്കുള്ള സ്നേഹം. സോ താങ്ക് യു സോ മച്ച് മനോജേട്ടൻ ടു ഹാവ് യു ഹിയർ ഇൻ ദിസ് ഒക്കേഷൻ. അടുത്തതായി I would like to invite Shaijumon. He is the chief editor of British Malayali. Shaijumon Chattan I can tell you, ഈ പ്രോഗ്രാമിൻ്റെ പുറകെ നിന്ന് ഒത്തിരി വർക്ക് ചെയ്തവർ. He's a very hard worker and is a brilliant editor as well. So I would like to welcome Shaijumon Chattan. ബ്രിട്ടീഷ് മലയാളിയുടെ ഒരു കരുത്താണ് ഷൈജു ചേട്ടൻ. ആൻഡ് ഇറ്റ്സ് എ പ്ലഷർ ടു ഹാവ് യു ഹിയർ ഷൈജു ചേട്ടൻ once again. So another personality I would like to request, നമ്മുടെ സ്വന്തം മംഗളം ചേട്ടൻ. Once again onto the stage, sir. മറ്റൊരു പ്രധാന വ്യക്തി, എന്നും ബ്രിട്ടീഷ് മലയാളിയുടെ
മലയാളി പത്രത്തിൻ്റെയും അവാർഡിൻ്റെയും ഒരു നിർണായക ഘടകമായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴും പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ മിസ്റ്റർ സാം തിരുവാതിൽ. And let's give them all a big round of applause. A very big round for all of them. We are very lucky, really lucky to be standing here in this esteemed presence. Thank you. നമ്മുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ്. So shall I request you ഈ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ഫംഗ്ഷൻ ആരംഭിക്കാൻ. ഒരു നല്ല കയ്യടിയോടെ നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. With every wick that lights, let's clap. Let's welcome the light and the power of light into this ceremony today. വെളിച്ചത്തിൻ്റെ ശക്തിയെ നമുക്ക് വെൽക്കം ചെയ്തുകൊണ്ട് with every wick. Let's hear your claps again. ഇനിയും ഒട്ടേറെ വർഷങ്ങൾ ഈ അവാർഡ് ഈ ഐശ്വര്യത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അലങ്കരിക്കുന്ന സംപൂജ്യരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ മുൻപിലിരിക്കുന്ന സഹോദരികളെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവ്യ മുഹൂർത്തമാണ്. ഞാനിവിടെ വന്ന് കണ്ടത് മുഴുവനും കുട്ടികളുടെ ഡാൻസാണ്. 2-3 ഐറ്റമേ കണ്ടുള്ളെങ്കിലും ഇത്രയും ദൂരം കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഇത് അഭ്യസിച്ച് നമ്മുടെ മുമ്പിൽ ഇത് പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സൗഭാഗ്യമാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ മാത്രമല്ല, സത്യത്തിൽ എല്ലാ കലകളും ശരിക്കും വളരുന്നത്, കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കലകളും ശരിക്കും വളരുന്നത്, എല്ലാ ആഘോഷങ്ങളും ശരിക്കും ആഘോഷിക്കപ്പെടുന്നത് മിക്കവാറും കേരളത്തിന് പുറത്താണ്. കേരളത്തിൽ ഇത്രയധികം ആഘോഷം കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇത്രയും ചിട്ടയോടെ, ഇത്രയും ശുഷ്കാന്തിയോടെ, ആത്മാർത്ഥതയോടെ, ഭവ്യതയോടെ ആദരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. പണ്ട് പല നാരായണന്മാർ പാടിയതുപോലെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങൾ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ. ശരിയാണ്, കേരളം വളരുന്നത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. ഇത് വെറുതെ ഇവിടെ നിന്ന് സംസാരിക്കുകയല്ല. ഞാൻ ഈ ലോകത്ത് മിക്കവാറുമുള്ള പട്ടണങ്ങളിലൊക്കെ, ഞാൻ പോയിട്ടുള്ള പട്ടണങ്ങളിലൊക്കെ അവിടെയുള്ള മലയാളി അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത്രയും സർക്കാർ ആഘോഷിക്കുന്നുണ്ട് ഓണം. പക്ഷേ അവിടെ നാട്ടുകാർ ആഘോഷിക്കുന്ന ചുരുക്കമാണ്. ഇന്നവിടെ പൂളിയോ പൂക്കളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഊഞ്ഞോല് പോലും വളരെ അപൂർവമായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ കേരളത്തിൽ. മറിച്ച് മറ്റെവിടെ പോയാലും എല്ലാ ആഘോഷങ്ങളുമുണ്ട്. ഞാനും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു 3/4 ഭാഗവും മറുനാടൻ മലയാളിയായിട്ട് തന്നെ കഴിഞ്ഞതാണ്. ബനാറസിൽ, ഡൽഹിയിൽ, മദ്രാസിൽ, ബോംബെയിൽ, കൽക്കട്ടയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. അവിടെയൊക്കെ ഇത്രയും ചിട്ടയായിട്ട് ഈ ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് തിരുവോണം, അതുപോലെ ഇതുപോലെയുള്ള സംരംഭങ്ങൾ, ഇതൊക്കെ ആഘോഷിക്കപ്പെടുന്നത് കേരളത്തിൽ കാണാൻ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ലണ്ടനിൽ ഇവിടെ വന്നിട്ട്, യൂറോപ്പിൽ നിങ്ങളുടെയൊക്കെ മുമ്പ് വന്ന് അവിടുന്ന് കൊണ്ടുവന്ന കലാ സ്റ്റേജിൽ കാണുക, അത് വന്ന് ഇവിടെ ഈ ദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവുക, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇത് പ്രസംഗിക്കാനുള്ള വേദി അല്ലാന്നറിയാം, ധാരാളം പരിപാടികൾ ഇവിടെ നടക്കാനുണ്ടെന്നും അറിയാം. അതുകൊണ്ട് ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. എൻ്റെ അടുത്ത് മെനഞ്ഞാൽ 2-3 ദിവസം മുമ്പാണ് വിളിച്ച് പറയും, ഇങ്ങനെ ഒരു സംഗതി കൊണ്ട് വിളിച്ച് പറയണം, ഈ വരണം. അപ്പോൾ ഇവിടെ ഈ ബ്യൂട്ടി കോമ്പറ്റീഷനൊക്കെ നടക്കണം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. ഈ സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ആരുടെ ആയിരുന്നാലും, പൂവിൻ്റെ ആയിരുന്നാലും, മനുഷ്യൻ്റെ ആയിരുന്നാലും, പ്രകൃതിയുടെ ആയിരുന്നാലും സൗന്ദര്യം അതിനൊരു പ്രത്യേക ആകർഷണമുണ്ട്. അതെന്ത് പറഞ്ഞാലും അതിൻ്റെ വില ഒരിക്കലും കുറയുന്നതല്ല. ഞാനും ഇവിടെ വന്ന് നോക്കിയപ്പോൾ
കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും നടന്ന് കാണുന്നുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള സൗന്ദര്യമൊക്കെ എനിക്കും കൂടെ ഇവിടെ ഇരുന്ന് കാണാമല്ലോ ഉള്ളൊരു മോഹം കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, സൗന്ദര്യത്തിനുള്ള വില കവിയല്ല എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നല്ലൊരു പൂ കാണുന്നത്, നല്ലൊരു മുഖം കാണുന്നത്, നല്ലൊരു വ്യക്തിയെ കാണുന്നത്, നല്ലൊരു പ്രദേശം കാണുന്നത്, നല്ലൊരു വെള്ളച്ചാട്ടമോ, ഈ നല്ല ഭംഗിയുള്ള എന്തായാലും കാണുന്നത് ഒരു ഭാഗ്യമാണ്, ഒരു വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ മറ്റൊന്ന്, ഈ സൗന്ദര്യം എന്നാണ് ഭംഗി എന്ന് പറയുന്നത് കാണാനുള്ള മനസ്സും കൂടെ വേണം, കണ്ടത് മനസ്സിലാക്കാനുള്ള കണ്ണുകളും കൂടെ വേണം. അത് നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്നെനിക്കറിയാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കില്ലല്ലോ. അപ്പോൾ ധാരാളം സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്കെല്ലാം ഇടവരട്ടെ. അതിനുള്ള സൗകര്യം ഉണ്ടാക്കിത്തന്ന, അതിനുള്ളൊരു അവസരം ഉണ്ടാക്കിത്തന്ന ഇതിൻ്റെ ഭാരവാഹികളോട്. ഇതിൻ്റെ ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ പേഴ്സണലായിട്ട് അവരുമായിട്ടൊന്നും വളരെയൊന്നും അടുത്ത് എനിക്ക് പരിചയമില്ല, ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമാണ്. പക്ഷേ കേരളത്തിലെയും ഇവിടുത്തെയും വാർത്തകൾ, ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ള വാർത്തകൾ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയാൽ ഫോണിൽ വായിക്കത്തക്കവണ്ണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ വായിക്കത്തക്കവണ്ണം, ലാപ്ടോപ്പിൽ വായിക്കത്തക്കവണ്ണം അത് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ, എന്നിട്ട് നമ്മളെ മുമ്പിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് ഈ ഇതിനോടുള്ള നമ്മോടുള്ള സ്നേഹം, നാട്ടുകാരോടുള്ള സ്നേഹം, നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പെട്ടെന്ന് നമ്മളെ മുമ്പിൽ എത്തിക്കാനുള്ള കൂടുതലായിട്ടുള്ള ആ ഒരു ആഗ്രഹമായിരിക്കണം, ആ നന്മയായിരിക്കണം ഇത്രയും വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നൊരു വലിയ ബിസിനസ്സായിട്ടൊന്നുമല്ല നടത്തുന്നത്. അത് എൻ്റെ പുറകെ ഉള്ളത് ഈ പരിപാടി നടത്തുന്ന പോലെ അതിനോടുള്ള സ്നേഹം, വാർത്തയോടുള്ള സ്നേഹം, മനുഷ്യൻ്റെ മനസ്സിലുള്ള സ്നേഹം അതുതന്നെയാണ് കേരളത്തിലെ മലയാളിയോടുള്ള അതീവമായ പ്രേമം. അതായിരിക്കണം ഇതിൻ്റെ പുറകിൽ ഉള്ള ശക്തി. അവർക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. എനിക്കറിയാം നിങ്ങളുടെ പ്രോത്സാഹനമില്ലാതെ, നിങ്ങളുടെ സ്നേഹമില്ലാതെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോഴുണ്ടെന്നറിയാം. അത് ധാരാളം ഉണ്ടാകട്ടെ, ലോകത്തെ എമ്പാടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ. ഞാൻ നേരത്തെ ഞാനൊരു വാക്ക് പറഞ്ഞു, അധികം സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്ന്. മാത്രമല്ല ഇവിടെ ധാരാളം പേര് സംസാരിക്കാനുണ്ട്. പിന്നെ മറ്റൊന്ന്, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ വിളിക്കില്ലല്ലോ നിങ്ങൾ. അതുകൊണ്ട് വീണ്ടും എന്നെ വിളിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വല്ലതൊക്കെ പറയാം. തൽക്കാലം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ, സ്നേഹത്തോടെ, ആശീർവാദങ്ങളോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. സോ താങ്ക് യു സോ മച്ച്. ആ വാക്കുകൾക്ക് ഒത്തിരി നന്ദി. ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം അത് മറുനാടൻ മലയാളി സാർക്ക് നൽകുന്നു, ഒരു അവാർഡ്. അങ്ങത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ to honor him with the Marunadan Malayali Best Film Person of the year 2014, Mr. Padma Shri Madhavan Nair. We have one more award to announce, and this is for the Business Person of the Year 2014. This goes to Mr. Gopu Nandiled. How a round of big Again, round of applause. A big round of applause, Mr. Gopu Nandiled, the director of Nandiled G-Mart. Mr. Gopu Nandiled, receiving the Business Person of the Year 2014.